പ്രധാനമായിട്ടും വിദേശ സർവകലാശാലകളിൽ പോകുന്നവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, സംശയം, ഫീസ് മുതൽ കോഴ്സിന്റെ ക്വാളിറ്റി അടക്കം വിസ പ്രോസസ്സിംഗ് വരെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതിനൊക്കെ പുറമെ ആക്ച്വലി സർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ എമി ഉൾപ്പെടെ ആൾക്കാരൊക്കെ ഇവരൊക്കെ 2-3 വർഷം PG അല്ലെങ്കിൽ MBBS ശേഷമുള്ള ഒരു ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു താമസിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്കൊരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടാത്തതിന്റെ പേരിലാണ്. സോ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ലൈഫ് ജേണി അല്ലെങ്കിൽ ഇവർ ഓരോരുത്തരും ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് വായിച്ചാൽ കിട്ടുന്ന ഇൻഫർമേഷൻ അല്ല ഇവർ പാസ് ചെയ്യുന്നത്. ഇവരുടെ ഒരു ലൈഫ് ജേണിയിൽ കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് വളരെ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോ ബേസിക്കലി എക്സ്പോയിൽ വരുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒരു MBBS അഡ്മിഷൻ എന്നുള്ള രീതിക്കല്ല, അടുത്തൊരു 10-15 വർഷം അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ എക്സ്പോയിൽ കൂടെ ഒരു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതായത് ടോട്ടൽ പ്ലാനിങ് കൂടി ഇതിന് പിന്നിലുണ്ട്. തീർച്ചയായിട്ടും സാർ. ഇപ്പൊ നമ്മളിപ്പോ 18-ം തീയതി തുടങ്ങുന്നു. 18-ം തീയതി തുടങ്ങുന്നത് സാർ 18-ം തീയതി ഹോളിഡേ ഇന്നിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഹോളിഡേ ഇന്നിൽ ഫ്ലാഗ് ഓഫ്. അതെ, നമ്മുടെ തജിക്കിസ്ഥാനിലെ എംബസിയിൽ നിന്ന് ഫസ്റ്റ് സെക്രട്ടറിയും കൗൺസിലറും പങ്കെടുക്കുന്നുണ്ട്.